തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ ഭരണസമിതിക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് BJPയുടേത് ചരിത്ര വിജയമാണ്. കൗൺസിലർമാരെയും പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നതായും കോർപ്പറേഷൻ മേയർ VV രാജേഷിന് അയച്ച കത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേർന്നു. പ്രജിത്ത്, അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, തിരുവനന്തപുരം നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി ഇവിടെ വരും, വികസന രേഖ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും എന്ന് BJP പറഞ്ഞിരുന്നു. അതിനുശേഷവും അതവർ ആവർത്തിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി വൈകാതെ തിരുവനന്തപുരത്തെത്തും എന്നും എല്ലാവർക്കും അറിയാം. നോക്കൂ, ആ അറിവിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് ഇന്നത്തെ ഈ കത്ത് എന്നുറപ്പല്ലേ? അങ്ങനെ തന്നെയാണ് കൃഷ്ണരാജ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ മഹാവിജയത്തെ എത്ര പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ളതിന് ഈ കത്ത് തെളിവാണ്. അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷിന് എഴുതിയ കത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വരികൾ തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഒന്ന്, ഈ സംസ്ഥാനത്ത് കേരളത്തിൽ കുറേ കാലമായി നടക്കുന്ന ഇടത് വലത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം, അത് കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ അവർ ഒരേ മുന്നണിയാകുന്നതും അകത്ത് ഒരുമിച്ച് രണ്ട് മുന്നണികളായി പ്രവർത്തിക്കുന്നതുമൊക്കെ ചൂണ്ടിക്കാട്ടി ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ നിന്ന് കേരളത്തിലെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി BJP മാറിയതുമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേരളത്തിലെ ഒരു സംഘടനാ വളർച്ചയൊക്കെ കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കത്ത് എഴുതിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്, ഒന്ന്, തങ്കലിപികൾ കൊണ്ട് എഴുതിയ ഒരു നിർണായകമായ നാഴികക്കല്ലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയമെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ വിജയത്തിന് ചുക്കാൻ പിടിച്ച BJPയുടെ എല്ലാ പ്രവർത്തകരെയും കൗൺസിലർമാരെയും എല്ലാം അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട്. മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് എന്നിവരുടെയൊക്കെ പേരെടുത്തു പറഞ്ഞ് അദ്ദേഹം അഭിനന്ദനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പറയുന്ന രീതിയിൽ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുള്ളൊരു ഉപദേശവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം, വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. വികസിത അനന്തപുരിയിലൂടെ വികസിത കേരളം എന്നുള്ള BJP സംസ്ഥാന അധ്യക്ഷൻ്റെ വലിയ സ്വപ്നത്തെക്കുറിച്ചും അദ്ദേഹം അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ വികസിത അനന്തപുരി എന്നുള്ളത് BJPക്ക് ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുള്ള ഉപയോഗിക്കുന്ന ഒരു സ്ലോഗൻ മാത്രമല്ല, അതൊരു വലിയ ലക്ഷ്യമായി തന്നെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, അത് രാഷ്ട്രത്തിൻ്റെ പ്രധാന സേവകൻ വരെ ആ രീതിയിൽ ആ തിരുവനന്തപുരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ കാണുന്നു, അതിനെ വിലയിരുത്തുന്നു, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നതും നമുക്ക് ഈ കത്തിൽ കാണാം. അപ്പോൾ സ്വാഭാവികമായും ഈ തിരുവനന്തപുരത്തെ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കാൻ അതിനെപ്പറ്റിയുള്ള 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി എത്തുകയും അനന്തപുരിയുടെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നുമുള്ള BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ വാക്കുകൾ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ കത്ത് ശരിവെക്കുന്നത്. അപ്പോൾ എന്തുമാത്രം പ്രാധാന്യം ദേശീയ നേതൃത്വം തന്നെ തിരുവനന്തപുരത്തെ വിജയത്തിനും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും നൽകുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് ഈ കത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. കൃഷ്ണരാജ്, ഏതായാലും വികസന രേഖ അവതരിപ്പിക്കാൻ പ്രധാനമന്ത്രി വരും എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഈ അഭിനന്ദന കുറിപ്പ്, അഭിനന്ദന കത്ത്. തലസ്ഥാനം പിടിച്ചത് ചരിത്രമാണ്. അക്കാര്യം അറിയിച്ചുകൊണ്ട് ആശംസകൾ നേർന്ന് പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി VV രാജേഷ് തിരുവനന്തപുരം മേയർക്ക് കത്ത് അയക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ.